കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡും പാലക്കാട് ജില്ലാ പഞ്ചായത്തും ചേർന്ന് നടത്തുന്ന ജില്ലാ കേരളോത്സവം മണ്ണാർക്കാട് തുടങ്ങി 29-ന് സമാപിക്കും. 15 വർഷത്തിന് ശേഷമാണ് മണ്ണാർക്കാട് കേരളോത്സവത്തിന് വേദിയാവുന്നത്. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിവിധ വകുപ്പുകളുടെയും സഹകരണത്തോടെ സംഘടിപ്പിച്ചു വരുന്ന കേരളീയ യുവത്വത്തിന്റെ ഏറ്റവും വലിയ കലാകായിക സാംസ്കാരിക വേദിയാണ് കേരളോത്സവം. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ വർഷത്തെ പാലക്കാട് ജില്ലാ കേരളോത്സവത്തിനാണ് വെള്ളിയാഴ്ച മുതൽ തുടക്കമായത്. 29 വരെ മണ്ണാർക്കാട് വിവിധ പ്രദേശങ്ങളിലായി നടക്കും. കലാസാഹിത്യ മത്സരങ്ങൾക്കുള്ള വേദികൾ കുമരമുത്തൂർ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ വെള്ളിയാഴ്ച നടന്നു. സ്റ്റേജിന മത്സരങ്ങൾ ശനി ഞായർ ദിവസങ്ങളിലുമായി നടക്കും. ഗെയിംസ് ഇനങ്ങളിൽ ക്രിക്കറ്റ് മത്സരം വെള്ളി ശനി ദിവസങ്ങളിലും ബാസ്കറ്റ്ബോൾ, വടംവലി എന്നിവയും മണ്ണാർക്കാട് MES കല്ലടി കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. ഫുട്ബോൾ മത്സരം 28, 29 തീയതികളിൽ അലനല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലും വോളിബോൾ 29-നും കണ്ടമംഗലം ക്രിസ്തുരാജ ചർച്ച് കോർട്ടിലും നടക്കും. അത്ലറ്റിക് മത്സരങ്ങൾ 29-ന് കല്ലടി കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കോൽക്കളത്തിൽ, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. പ്രീത, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അജിതകുമാരി, യുവജനക്ഷേമ ബോർഡ് ജില്ലാ പ്രോഗ്രാം ഓഫീസർ S. ഉദയകുമാരി, പ്രോഗ്രാം കൺവീനർ M. ചന്ദ്രദാസൻ, വിവിധ ഉപസമിതി കൺവീനർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. പാലക്കാട് ജില്ലാ കേരളോത്സവം മണ്ണാർക്കാട് വെച്ച് നടക്കും. 15 വർഷങ്ങൾക്ക് ശേഷമാണ് മണ്ണാർക്കാട് ജില്ലാ കേരളോത്സവത്തിൻ്റെ ആതിഥ്യം വരുന്നത്. ഇത് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്താണ് ഇക്കുറി അതിൻ്റെ ആതിഥേയത്വം വഹിക്കുന്നത്. സംസ്ഥാന യുവജനക്ഷേമ ബോർഡും പാലക്കാട് ജില്ലാ പഞ്ചായത്തും ജില്ലയിലെ വിവിധ വകുപ്പുകളുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് കേരളോത്സവം നടക്കുന്നത്. മണ്ണാർക്കാട് MES കല്ലടി കോളേജിലാണ്. അതിൻ്റെ ഗ്രൗണ്ടിലും അനുബന്ധ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ യുവത്വത്തിൻ്റെ മേള എന്നതിനെ വിശേഷിപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു അഭിമാനത്തിലാണ് ഞങ്ങൾ ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും മണ്ണാർക്കാട്ടെ പൗരാവലിയും എല്ലാവരും. ഒപ്പം തന്നെ ജനപങ്കാളിത്തവുമാണ് ഏറ്റവും അധികം പ്രധാനം. അത് മണ്ണാർക്കാട് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യത്തെ കേരളോത്സവം നമ്മളിവിടെ മണ്ണാർക്കാട്ടേക്ക് വിളിച്ചത്. അപ്പോൾ മണ്ണാർക്കാട് അത് നടത്തുമ്പോൾ ഇവിടുത്തെ യുവാക്കൾക്കും ഇവിടുത്തെ ജനങ്ങൾക്കും എല്ലാം വളരെയധികം സന്തോഷത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. കാരണം യുവാക്കളുടെ ഏറ്റവും വലിയൊരു ആഘോഷം അന്യം നിന്നുപോയ കലകളെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവന്ന് അത് നിലനിർത്തേണ്ടത് കേരളോത്സവത്തിലൂടെയാണ്. UTV ന്യൂസ്, പാലക്കാട്.